നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ക്യാമ്പസിനുള്ളിൽ SFI KSU പ്രവർത്തകർ പൊരിഞ്ഞ അടിയും കസേര പെറുക്കിയിട്ട് അടിയും. ഒരു കൊലപാതകം നടക്കാഞ്ഞത് എന്തോ ഒരു ഭാഗ്യത്തിനാണ്. അത്രത്തോളം വലിയ സംഘർഷം മാള ഹോളി ഗ്രേസ് കോളേജിൽ നടക്കുമ്പോഴും പോലീസ് അവിടെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു. ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്നുള്ള മനോഭാവത്തിലായിരുന്നു പോലീസിന്റെ നിൽപ്പും ഭാവവും എല്ലാം. അടിയെന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ അടി. SFI പ്രവർത്തകനെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് താഴെയിട്ട് കസേര കൊണ്ടും കമ്പ് കൊണ്ടും കയ്യിൽ കിട്ടിയ സാധനങ്ങളെല്ലാം കൊണ്ടും തൂത്തുവാരി പെറുക്കിയിട്ട് അടിക്കുകയായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ പോലീസ് വന്ന് എല്ലാവരെയും പിടിച്ചു മാറ്റാനുള്ള ശ്രമം നടത്തും. എത്രത്തോളം ഭീകരമായ ഒരു അവസ്ഥയാണ് ക്യാമ്പസിനുള്ളിൽ നടന്നത്. കാലിക്കറ്റ് സർവകലാശാല D സോൺ കലോത്സവം ഒന്നാം തരം പൂരത്തല്ലോടെയാണ് ഇപ്പോൾ നിർത്തിവെക്കേണ്ടി വന്നിരിക്കുന്നത്. എന്നിട്ടും പോലീസിന്റെ ഒരു മനോഭാവം ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്യാൻ, അവർ തമ്മിൽ തല്ലി തീർക്കട്ടെ എന്നുള്ള ഒരു സമീപനം. അതിലാരെങ്കിലും ആരെങ്കിലും കുത്തുകയോ വെട്ടുകയോ ചെയ്തിരുന്നെങ്കിൽ അപ്പോഴും പോലീസിന് ഈ മനോഭാവമായിരിക്കുമോ ഉണ്ടായിരിക്കുക? പിണറായി പോലീസിന്റെ ജോലി എന്താണ്? വെറുതെ ഈച്ചയടിച്ചിരിക്കുകയും അതുപോലെ തന്നെ ഏമാന്മാർ, അതായത് അങ്ങ് മുകളിൽ നിന്ന് വരുന്ന ഓർഡർ അനുസരിച്ച് ഓച്ചാനിച്ച് നിൽക്കുകയും മാത്രമാണോ? തല്ലുകിട്ടിയ SFI പ്രവർത്തകൻ ഇപ്പോൾ ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വലിയ വാക്കേറ്റത്തിന് കാരണമായിരിക്കുകയാണ്. സൈബർ ഇടത്തിൽ ഇപ്പോൾ SFIയും KSU പ്രവർത്തകരും പരസ്പരം തെറിവിളിയാണ് നടത്തുന്നത്. ഇത് ഞങ്ങളുടെ രക്ഷിക്കൽ പ്രവർത്തനം എന്നാണ് KSU മറുപടി കൊടുത്തിരിക്കുന്നത്. മുൻപ് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് നടക്കുന്ന സമയത്ത് DYFI പ്രവർത്തകർ യൂത്ത് കോൺഗ്രസുകാരെ എടുത്തിട്ട് തല്ലിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അത് DYFI രക്ഷിക്കൽ പ്രവർത്തനമാണ് നടത്തിയത്, അതിന് ഇനിയും അനുമതി കൊടുക്കും എന്ന്. മുഖ്യമന്ത്രിയെ ട്രോളിക്കൊണ്ട് KSU ഇപ്പോൾ മറുപടി കൊടുത്തിരിക്കുന്നതാണ്, ഇത് ഞങ്ങളുടെ കസേര ഉപയോഗിച്ചുള്ള രക്ഷിക്കൽ പ്രവർത്തനമെന്ന്. സ്കിറ്റ് മത്സരത്തിന് പിന്നാലെയായിരുന്നു സംഘർഷമുണ്ടായത്. മത്സരങ്ങൾ വളരെ വൈകിയാണ് തുടങ്ങിയത്. ഇത് SFI ചോദ്യം ചെയ്തിരുന്നു. പിന്നാലെയാണ് ക്രൂരമായ രീതിയിലുള്ള ആക്രമണം ഉണ്ടായത്. അതിന്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ പുറത്ത് പ്രചരിക്കുന്നുണ്ട്. കേരളവർമ്മ കോളേജിലെ SFI പ്രവർത്തകനെയാണ് KSU പ്രവർത്തകർ മാരകമായി ആക്രമിച്ചത്. നിലത്ത് വീണ വിദ്യാർത്ഥിയെ കസേരകൾ കൊണ്ടും കമ്പ് കൊണ്ടും വളഞ്ഞിട്ടടിക്കുകയായിരുന്നു. KSU ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ഗുരുവായൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിദ്യാർത്ഥിയെ ആക്രമിച്ചത് എന്നാണ് വിവരങ്ങൾ. പിന്നാലെ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു. ക്യാമ്പസിനുള്ളിൽ പോലും ഈ വിഷയം തീർക്കാൻ, അതായത് ഈ സംഘട്ടനം ഒഴിവാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. KSU പ്രവർത്തകരുമായി പോയ ആംബുലൻസ് തടഞ്ഞുവരെ SFI പിന്നീട് സംഘർഷത്തിന് ചെന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. എന്നിട്ടും ഒരു നടപടിയും എടുക്കാതെ, അതായത് അവിടെ ആക്രമണം നടക്കുമ്പോൾ, തമ്മിൽ തല്ലി നടക്കുമ്പോൾ പോലീസ് അവിടെ ഇവിടെയായി ചിതറി നിൽപ്പുണ്ടായിരുന്നു. ഇവരെ പിടിച്ചു മാറ്റാനുള്ള ശ്രമമൊന്നും ആദ്യം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ യുവ ഗ്രൂപ്പുകളാണല്ലോ, അവർ തമ്മിൽ അടി ഉണ്ടാക്കിയാൽ ആരുടെ പക്ഷത്ത് നിൽക്കണം എന്നുള്ളതായിരിക്കും പോലീസിനെ കുഴപ്പിച്ചത്. സാധാരണ SFIക്ക് താരാട്ട് പാടുന്ന രീതിയാണല്ലോ പോലീസിനുള്ളത്. പക്ഷെ ഇവിടെ KSU വലിയ രീതിയിൽ ഇളകി ഇറങ്ങി നിന്നതുകൊണ്ടായിരിക്കാം പോലീസും ഒന്ന് പിന്നാക്കം നിന്നത്. പിന്നീട് കളി കാര്യമാകുന്നു, കയ്യിൽ നിന്ന് പോകും എന്ന് കണ്ടതോടെയാണ് SFI പ്രവർത്തകനെ രക്ഷിക്കുന്നതിന് വേണ്ടി പോലീസ് ഒരു ഇടപെടൽ നടത്തിയത്. അപ്പോഴും പോലീസ് അവരെ ആരെയും പിടിച്ചു മാറ്റുന്നതൊക്കെ ഇല്ല, ഉപദേശിച്ച് ഇപ്പോൾ ഞങ്ങൾ നന്നാക്കി കളയാം എന്നുള്ള രീതിയിലായിരുന്നു പിടിച്ചുമാറ്റലും കൊണ്ടുപോകലും ഒക്കെ. പോലീസിന് ഈ സംഘങ്ങളെയൊക്കെ ഭയമാണ്. ഇവർക്കൊക്കെ ഓച്ചാനിച്ച് നിൽക്കാനേ കേരള പോലീസിന് അറിയുകയുള്ളൂ. വലിയൊരു നാണക്കേടിന്റെ വക്കിലാണ് പോലീസ് നിൽക്കുന്നത്. ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത, കൃത്യമായ ഇടപെടൽ നടത്താത്ത, യൂണിഫോമിനോടുള്ള കൂറു പുലർത്താത്ത, ഇട്ടിരിക്കുന്ന യൂണിഫോമിന്റെ പവർ എന്താണ് എന്നറിയാത്ത ഒരു പറ്റം പിണറായി പോലീസ്. ഇനിയിപ്പോൾ KSU പ്രവർത്തകർ SFIക്കാരനെ എടുത്തിട്ട് തല്ലിയതിന്റെ മറുപടി ഉണ്ടാകുമായിരിക്കും. ഇനി എത്ര KSUക്കാർക്ക് തല്ലുകൊള്ളും, എത്ര SFIക്കാരെ ഇവർ തിരികെ തല്ലും? അപ്പോഴൊക്കെയും പോലീസിന്റെ മനോഭാവം ഇത് തന്നെ ആയിരിക്കുമോ? കേരളവർമ്മ കോളേജിലെ SFI പ്രവർത്തകനെയാണ് തല്ലിച്ചതച്ചത്. ഇനി കേരളവർമ്മ കോളേജിൽ SFIയും KSUയും നേർക്കുനേർ നിൽക്കും. അവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ പോലീസ് എന്ത് ഇടപെടൽ നടത്തും? KSU ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ഗുരുവായൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അതിക്രമം ഉണ്ടാക്കിയത് എന്നാണ് SFIയുടെ ആരോപണം. എന്നാൽ SFI പ്രവർത്തകരാണ് ആക്രമണത്തിന് തുടക്കം കുറിച്ചത് എന്ന് KSUവും ആരോപിക്കുന്നു. സംഘർഷത്തെ തുടർന്ന് ഇപ്പോൾ കലോത്സവം നിർത്തിവെച്ചിരിക്കുകയാണ്. സർവകലാശാലകളിൽ നടക്കുന്നത് ഇതൊക്കെയാണ്.
കോളേജ് ക്യാമ്പസുകൾ കലാലയ രാഷ്ട്രീയം അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. അതായത് കലാലയ രാഷ്ട്രീയമല്ല, ഇത് അക്രമ രാഷ്ട്രീയമായി കലാലയങ്ങളെ വേട്ടയാടുകയാണ്. ഈ വിഷയത്തിൽ ഗവർണർ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളത് ഇനി വഴിയേ അറിയണം. ശക്തമായ നടപടി ചാൻസലറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.